ഓം ശാന്തി. ഭഗവാന്റെ മഹാവാക്യങ്ങൾ കേൾക്കാം. 8/12/2020. बाप कहते हैं, मीठे बच्चे, बाप जो है जैसा है उसे यथार्थ पहचान कर याद करो. इसके लिए अपनी बुद्धि को विशाल बनाओ. ബാബ പറയാണ്, മധുരസന്താനങ്ങളെ, ബാബ ഏതാണോ എങ്ങനെയാണോ ആ ബാബയെ യഥാർത്ഥമായി തിരിച്ചറിഞ്ഞുകൊണ്ട് ഓർമ്മിക്കൂ. ഇത്രയും കാലം നമ്മൾ എങ്ങനെയാണ് ഓർമ്മിച്ചത്? ദേഹബോധത്തിന് വശപ്പെട്ട് ഭഗവാൻ ആരാണ് എന്ന് തിരിച്ചറിവില്ലാതെയാണ് ഓർമ്മിച്ചത്. അത് കാരണം നമുക്ക് കണക്ഷൻ ശരിയായില്ല. ഈശ്വരനുമായി നമ്മൾ കണക്റ്റ് ആയില്ല, നമ്മൾ ചാർജ് ആയില്ല. അപ്പോൾ ഭഗവാൻ വന്ന് പറയുകയാണ്, കുട്ടികളെ, നിങ്ങൾ സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പരമാത്മാ ജ്യോതി സ്വരൂപനായ എന്നെ അച്ഛനായി ഓർമ്മിക്കൂ. അപ്പോൾ ഈ വിധിപൂർവ്വം നമ്മൾ ഓർമ്മിച്ചെങ്കിൽ മാത്രമേ അവിടെ കണക്ഷൻ കിട്ടുകയുള്ളൂ, നമ്മൾ ചാർജ് ആകുകയുള്ളൂ, ആത്മാവ് ശുദ്ധമാകുകയുള്ളൂ. അതുകൊണ്ടാണ് ബാബ ഇന്ന് ഓർമ്മിപ്പിച്ചത്, ബാബ ഏതാണോ എങ്ങനെയാണോ ആ ബാബയെ യഥാർത്ഥമായി തിരിച്ചറിഞ്ഞുകൊണ്ട് ഓർമ്മിക്കൂ. ഇതിനു വേണ്ടി തൻ്റെ ബുദ്ധിയെ വിശാലമാക്കൂ, അതായത് ബുദ്ധിയിൽ ഈ ജ്ഞാനം നിറയ്ക്കൂ. പ്രശ്ന, ബാബ്കോ ഗരീബ് നിവാസ് ക്യോं കഹാ ഗയാ ഹെ? ചോദ്യം, ബാബയെ എന്തുകൊണ്ടാണ് പാവപ്പെട്ടവരുടെ നാഥൻ എന്ന് പറയുന്നത്? അല്ലെങ്കിൽ പറയാം, ദരിദ്രരുടെ തോഴൻ. എന്തുകൊണ്ടാണ് ഭഗവാൻ ഈ പേര് വന്നത്? ഉത്തർ, क्योंकि इस समय जब सारी दुनिया गरीब अर्थात दुखी बन गई है, तब बाप आए हैं सबको दुख से छुड़ाने. ഉത്തരം, എന്തുകൊണ്ടെന്നാൽ എപ്പോഴാണോ മുഴുവൻ ലോകവും ദരിദ്രം, അർത്ഥം ദുഃഖം നിറഞ്ഞ ലോകമായി മാറുന്നത്, ആ സമയത്താണ് ബാബ എല്ലാവരെയും ദുഃഖത്തിൽ നിന്ന് മോചിപ്പിക്കാനായി വരുന്നത്. ബാക്കി കിസ് പർ തരസ് ഖാക്കർ കപ്പടെ ദേ ദേന, പൈസ ദേ ദേന, വഹ് കോയി കമാൽ കി ബാത് നഹി. ബാക്കി ആരുടെയെങ്കിലും മേലെ ദയ തോന്നിയിട്ട് അവർക്ക് വസ്ത്രം നൽകുക, ധനം നൽകുക, ഇതൊന്നും അതിശയത്തിൻ്റെ കാര്യമല്ല, അത്ഭുത കാര്യങ്ങളൊന്നുമല്ല ഇത്. ഇസ്സേ വഹ് കോയി സാഹുകാർ നഹി ബൻ ജാത്തെ. ഇതിലൂടെയൊന്നും അവരൊരിക്കലും ധനവാനായി മാറുകയില്ല. ऐसा नहीं मैं कोई इन भीलों को पैसा देकर गरीब निवास कहलाऊंगा. അല്ലാതെ ഈശ്വരനെ ഇങ്ങനെ പാവപ്പെട്ടവരുടെ നാഥൻ എന്ന് പറയിപ്പിക്കേണ്ടി വരുന്നില്ല. എങ്ങനെയാ? അതായത് ഭഗവാൻ വന്നിട്ട് ആദിവാസികൾക്ക് ധനമെല്ലാം കൊടുത്ത് അങ്ങനെ ഭഗവാനെ ദരിദ്രരുടെ നാഥൻ അല്ലെങ്കിൽ പാവപ്പെട്ടവരുടെ തോഴൻ എന്ന് പറയിപ്പിക്കേണ്ടി വരുന്നില്ല. मैं तो गरीब अर्थात पतितों को जिनमें ज्ञान नहीं है उन्हें ज्ञान देकर पावन बनाता हूँ. ഭഗവാൻ വന്ന് എന്താണ് ചെയ്യുന്നത്? ബാബറയാണ്, ഞാൻ ദരിദ്രരെ, അതായത് അർത്ഥം പതീതരെ, വികാരങ്ങൾക്ക് വശപ്പെട്ട് അഴുക്ക് പിടിച്ച ആത്മാക്കളെ, അവരിൽ ജ്ഞാനമില്ല, അപ്പോൾ അങ്ങനെയുള്ള ആത്മാക്കൾക്ക് ജ്ഞാനം നൽകി അവരെ പാവനമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഈശ്വരൻ ചെയ്യുന്ന കർത്തവ്യമാണ് പതീതരെ പാവനമാക്കുക. ഇന്ന് നമ്മൾ ആത്മാക്കൾ ദരിദ്രരാണ്. ആത്മാവിൽ ഈശ്വരീയ ഗുണങ്ങളും ശക്തികളും കലകളും നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. ആത്മാവിൽ പാപകർമ്മങ്ങളുടെ അഴുക്ക് നിറഞ്ഞ അവസ്ഥയാണ്, വികാരങ്ങളുടെ അഴുക്ക് നിറഞ്ഞിരിക്കുകയാണ്. അങ്ങനെയുള്ളവരെയാണ് പതീതർ എന്ന് പറയുന്നത്. അപ്പോൾ പതീതരായി നമ്മളെ പാവനമാക്കുക എന്നുള്ളതാണ് ഭഗവാന്റെ കർത്തവ്യം. ഭഗവാൻ വരുന്നത് ഈ സമയത്താണ്. ആത്മാക്കൾ അത്രയും അഴുക്ക് പിടിച്ച അവസ്ഥയിലെത്തുമ്പോൾ, ദുഃഖികളായി മാറുമ്പോൾ ഭഗവാൻ വന്ന് നമ്മളെ ശുദ്ധീകരിക്കുന്നു. എങ്ങനെ? ജ്ഞാനം നൽകിയിട്ട് നമ്മളെ ശുദ്ധീകരിക്കുകയാണ്. തിരിച്ചറിവ് നൽകി ഈശ്വരനെ എങ്ങനെ ഓർമ്മിക്കണം എന്ന് പഠിപ്പിച്ചതെന്ന് നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിക്കുന്നു. മുരളിയിലെ ഗീതം, യഹി ബഹാർ ഹേ ദുനിയാക്കോ ഭൂൽ ജാനേക്ക്. ഗീതം, ഇത് തന്നെയാണ് ലോകത്തെ മറക്കുവാനുള്ള വസന്തകാലം. അതായത് ആത്മാക്കളായി നമ്മളിപ്പോൾ ആരാകുകയാണ്? പുഷ്പങ്ങളായി മാറുകയാണ്. മുള്ളിൽ നിന്നും പുഷ്പമായി മാറുകയാണ്. ആസുര്യ സ്വഭാവമുള്ള മനുഷ്യനിൽ നിന്നും ദൈവീക സംസ്കാരമുള്ള ദേവാത്മാവായി മാറുകയാണ്. അപ്പോൾ ഈ സമയത്തിനുള്ളതാണ്. ഈ പഴയ ലോകത്തെ മറക്കേണ്ട സമയമാണ്. കാരണം ഭഗവാൻ വന്നു, നമ്മളെ തൻ്റെതാക്കി. നമ്മളത്രയും പദമാപദം സൗഭാഗ്യശാലി ആത്മാക്കളാണ്. അതുകൊണ്ട് ഈ പഴയ ലോകത്തെ മറക്കണം. മുരളിയിലെ ധാരണാ പോയിന്റ് ഒന്നാമത്തത്, രൂപ് ബസന്ത് ബൻ മുഖസേ സദാ സുഖദായി ബോൽ ബോൽനേ ഹെ. നമ്മൾ കുട്ടികൾ, ധാരണയിൽ ഒന്നാമത്തെ പോയിന്റ്, നമ്മൾ കുട്ടികൾ എന്ത് ചെയ്യണം? ആത്മസ്വരൂപരായി ഗുണങ്ങളുടെ സുഗന്ധം നിറഞ്ഞ കുട്ടികളായി മാറി നമ്മുടെ മുഖത്തിൽ നിന്നും സദാ സുഖം നൽകുന്ന വാക്കുകളെ വരാവൂ.
ദുഃഖദായി നഹി ബന്നാ ഹെ, ദുഃഖം നൽകുന്നവരായി മാറരുത്. ജ്ഞാൻ കി വിചാരോമേ രഹനാ ഹെ, നമ്മൾ കുട്ടികൾ ജ്ഞാനത്തിൻ്റെ ചിന്തനത്തിൽ മുഴുകണം. മുഖസേ ജ്ഞാൻ രത്ന നിക്കാൽനേ ഹെ, നിങ്ങൾ കുട്ടികളുടെ മുഖത്ത് നിന്ന് ജ്ഞാനരത്നങ്ങൾ മാത്രമേ വരാവൂ. രണ്ടാമത്തെ പോയിന്റ് നിർമോഹി ബന്നാ ഹെ, നമ്മൾ കുട്ടികൾ നിർമോഹിയായി മാറണം, മോഹത്തെ ഇല്ലാതാക്കണം. ഹരേക് സേ പ്യാർ സേ കാം ലേനാ ഹെ, ഗുസ്സ നഹി കർണാ ഹെ, പക്ഷെ ഓരോരുത്തരോടും നമ്മൾ അത്രയും സ്നേഹത്തോടു കൂടി ഇടപെടണം, ദേഷ്യപ്പെടാൻ പാടില്ല. അനാഥ് കോ സനാഥ് ബനാനേക്ക് സേവ കർണേ ഹെ, അനാഥരെ സനാഥരാക്കുന്നതിനുള്ള സേവനം ചെയ്യണം. ഇന്ന് മുഴുവൻ ലോകവും അനാഥമാണ്. പരമാത്മാവാകുന്ന അച്ഛനെ തിരിച്ചറിയുന്നില്ല. എല്ലാ മനുഷ്യാത്മാക്കളും അനാഥര, പരമാത്മാവാകുന്ന അച്ഛനെ അറിയുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ആത്മാക്കൾക്ക് ഭഗവാന്റെ പരിചയം നൽകി അവരെ വീണ്ടും അച്ഛൻ്റെ ആസ്തിക്ക് യോഗ്യരാക്കി മാറ്റണം. ഈ ഒരു സേവനം നമ്മൾ കുട്ടികൾ ചെയ്യണം. മുരളിയിലെ വരദാൻ, अपवित्रता के नाम निशान को भी समाप्त कर हिस होलीनेस का टाइटल प्राप्त करने वाले होली हंस भव. ഇന്നത്തെ വരദാനം, അപവിത്രതയുടെ പേരും അടയാളവും ഇല്ലാതാക്കി ഹിസ് ഹോളിനെസ് എന്ന ടൈറ്റിൽ നേടുന്ന ഹോളി ഹംസമായി ഭവിക്കൂ. അപവിത്രതയുടെ പേരും അടയാളവും പാടില്ല. അങ്ങനെയുള്ള എങ്ങനെ ഈ ടൈറ്റിൽ ഏതാണ് നേടേണ്ടത്? ഹിസ് ഹോളിനെസ് എന്നുള്ള ടൈറ്റിൽ, ആ ഒരു തലക്കെട്ട് നമ്മൾ നേടണം. അങ്ങനെയുള്ള ഹോളി ഹംസം, പവിത്രമായ ഹംസങ്ങളായി ഭവിക്കൂ. ജैसे ഹംസ് കബി ബി കങ്കട്ട് നഹി ചുഗത്തെ രത്ന ധാരൺ കർത്തേ ഹെ, ഏതുപോലെ ഹംസം ഒരിക്കലും കല്ല് എടുക്കാറില്ല, രത്നങ്ങളെ എടുക്കാറുള്ളൂ, സ്വീകരിക്കാറുള്ളൂ. ഐസേ ഹോളി ഹംസ് കിസിക്ക് അവഗുൺ അർത്ഥാത് കങ്കട് കോ ധാരൺ നഹി കർത്തേ, അതുപോലെ ഹോളി ഹംസങ്ങളായ നമ്മൾ കുട്ടികൾ ആരുടെയും അവഗുണം, അർത്ഥം കല്ലിനെ സ്വീകരിക്കുന്നില്ല, ധാരണ ചെയ്യുന്നില്ല. വേ വ്യർത്ഥ അവർ സമർത്ഥക്കോ അലഗ് കർ വ്യർത്ഥക്കോ ചോട് ദേത്തേ ഹെ. അപ്പോൾ ഹോളി ഹംസങ്ങളായ കുട്ടികൾ എന്ത് ചെയ്യും? അവർ വ്യർത്ഥത്തെയും സമർത്ഥത്തെയും തിരിച്ചറിഞ്ഞ് വ്യർത്ഥത്തെ ഉപേക്ഷിക്കും. സമർത്ഥക്കോ അപ്നാ ലേത്തേ ഹെ, സമർത്ഥമായതിനെ സ്വീകരിക്കും. ഐസേ ഹോളി ഹംസ് ഹി പവിത്ര ശുദ്ധാത്മായ ഹെ, അങ്ങനെയുള്ള ഹോളി ഹംസങ്ങളായ കുട്ടികളാണ് പവിത്ര ശുദ്ധ ആത്മാക്കൾ. ഉൻക ആഹാർ വ്യവഹാർ സബ് ശുദ്ധ ഹോത്താ ഹെ, അപ്പം അവരുടെ ആഹാരവും പെരുമാറ്റവും എല്ലാം തന്നെ വളരെ ശുദ്ധമായിരിക്കും. ജബ് അശുദ്ധി അർത്ഥാത് अपवित्रता का नाम निशान भी समाप्त हो जाए तब भविष्य में हिस होलीनेस का टाइटल प्राप्त हो. അപ്പോൾ ബാബറയാണ്, എപ്പോഴാണോ ഈ അശുദ്ധി, അർത്ഥം അപവിത്രതയുടെ പേരും അടയാളവും ഇല്ലാതാകുന്നത്, അപ്പോൾ ഭാവിയിൽ നമുക്ക് ഹിസ് ഹോളിനെസ് എന്നുള്ള ടൈറ്റിൽ ലഭിക്കും. ഇസ്ലിയെ കബി ഗൽത്തി സേ ബി കിസിക്ക് അവഗുൺ ധാരൺ നഹി കർണ, അതുകൊണ്ട് എന്ത് ചെയ്യരുത്? ഒരിക്കലും അറിയാതെ പോലും നിങ്ങൾ ആരുടെയും അവഗുണങ്ങളെ സ്വീകരിക്കരുത്. മറ്റുള്ളവരുടെ കുറവുകൾ, അവഗുണങ്ങൾ, അതൊന്നും നമ്മൾ എടുക്കാൻ പോകരുത്. അതെല്ലാം കല്ലുകളാണ്. അതെടുക്കാൻ പോയാൽ നമ്മൾ ഭാരമുള്ളവരായി മാറും, നമ്മുടെ മനസ്സും ബുദ്ധിയും ഭാരമുള്ളതാകും. അതുകൊണ്ട് ബാബറാണ്, നിങ്ങൾ മറ്റുള്ളവരുടെ അവഗുണങ്ങളാകുന്ന കല്ലുകൾ എടുക്കാൻ പോകരുത്. സ്ലോഗൻ, സർവംശ ത്യാഗി വഹ ഹെ ജോ പുരാനെ സ്വഭാവ സംസ്കാർ കെ വംശ കാ ഭി ത്യാഗ് കർത്താ ഹെ. ആരാണ് സർവവംശ ത്യാഗി? സ്ലോഗനിൽ ബാബു പറയാണ്, ആരാണോ പഴയ സ്വഭാവ സംസ്കാരത്തിൻ്റെ വംശത്തെ പോലും ത്യാഗം ചെയ്യുന്നത്, അവരാണ് സർവവംശ ത്യാഗി. അപ്പം എന്ത് ചെയ്യണം? പഴയ സ്വഭാവ സംസ്കാരങ്ങളുടെ വംശം പോലും ഇപ്പം നമ്മൾ ഇല്ലാതാക്കണം. ഇന്നത്തെ മുരളിയിലെ സമാനം പ്രാക്ടീസ് ചെയ്യാം. ഞാൻ ആത്മ പവിത്രമായ ഹോളി ഹംസമാണ്. സമർത്ഥമായത് മാത്രം എടുക്കുക. മറ്റുള്ളവരുടെ ഗുണങ്ങളെ കാണുക, വിശേഷതകളെ കാണുക, ഏത് പരിതസ്ഥിതിയിലെയും നന്മയെ കാണുക, അതിലടങ്ങിയിരിക്കുന്ന മംഗളത്തെ കാണുക, വ്യർത്ഥമായത് എടുക്കാതിരിക്കുക. അങ്ങനെ ഇന്ന് മുഴുവൻ നമുക്ക് ഈ ഒരു കാര്യത്തിൽ ശ്രദ്ധ വയ്ക്കാം. ഇന്ന് മുഴുവൻ സ്മൃതിയിൽ കൊടുക്കണം, ഞാൻ പവിത്രമായ ഹോളി ഹംസമാണ്. ശിവബാബയിൽ നിന്നും ആ പരം ജ്യോതിയിൽ നിന്ന് പവിത്രതയുടെ പ്രകാശരശ്മികൾ നമ്മുടെ ആത്മാവിൽ നിറയുന്നു. ഞാൻ ആത്മാ അങ്ങനെ പവിത്രമായ ഹോളി ഹംസമായി മാറുന്നു. നമ്മളിൽ നിന്നും പവിത്രതയുടെ ആ പ്രകാശം നാനാഭാഗത്തേക്കും വ്യാപിക്കുന്നു.
ഈ മുഴുവൻ വിശ്വത്തിലേക്കും എല്ലാ ആത്മാക്കളിലേക്കും പഞ്ചതത്വങ്ങളിലേക്കും വ്യാപിക്കുന്നു. ഇങ്ങനെ കണ്ടുകൊണ്ട് നമുക്ക് ഭഗവാന്റെ ഓർമ്മയിലിരിക്കാം. ഓം ശാന്തി.